അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് പോകും കേട്ടോ. രാവിലെ തന്നെ അവിടെ പോയി നിൽക്കാൻ പോവുക, ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയാണല്ലോ നമുക്കിത്, നമ്മുടെ വണ്ടി എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമല്ലോ. അപ്പം വർക്ക്ഷോപ്പിലേക്ക് ഇപ്പോൾ എത്തും. അപ്പോൾ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ മച്ചാൻ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അത് കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷം. അപ്പോൾ ഓരോ സാധനങ്ങൾ, ഓരോ പാർട്സ് എടുത്ത് വെക്കുന്നു, പുതിയ നമ്മൾ ഇന്നലെ കൊണ്ടുവച്ച സാധനങ്ങൾ വെക്കുന്നു. പക്ഷേ നോക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം ഊരി റീപ്ലേസ് ചെയ്യുമ്പോൾ നല്ല പണിയാണ്. പക്ഷേ പുള്ളി അത് സാവധാനം ഇരുന്ന് ചെയ്ത് നല്ല അടിപൊളിയാക്കി എന്തായാലും. അപ്പം ഓരോരോ കാര്യങ്ങൾ എല്ലാം അഴിച്ച് മാറ്റി, കംപ്ലീറ്റ് സാധനം മാറ്റി ഹെഡ് മാറ്റിയിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒട്ടുമിക്ക ബുള്ളറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവരുന്നത്. ഇവരുടെ അടുത്താണ് കൂടുതൽ വണ്ടിയും വന്ന് എടുക്കുന്നത്. കാരണം വർക്ക് നല്ലതാണ്, നല്ല വൃത്തിയായിട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് വർക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫൈനലായിട്ട് നമ്മുടെ ടയർ കാര്യങ്ങൾ, അപ്പോൾ റിമ്മ് മാറ്റിയിട്ടുണ്ടായിരുന്നു, റിമ്മ് കെട്ടണമായിരുന്നു. അപ്പോൾ അത് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അത് വരാനുള്ളൊരു ടൈമായിരുന്നു ഈ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ബാക്കി പരിപാടിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു, ഉച്ചയായപ്പോഴത്തേക്കും കഴിഞ്ഞു. അപ്പോൾ അതും വരണം. പിന്നെ എൻ്റെ ആ ഒരു കേബിള്, നമ്മുടെ മീറ്ററിൻ്റെ കേബിള് കുറച്ച് പഴയതായിരുന്നു, അതും മാറ്റി. ബ്രേക്ക് ഷൂ മാറ്റി ഫ്രണ്ടിൽ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി മാറ്റി. അപ്പോൾ ഫൈനലി ഞാൻ കൊണ്ടുവന്ന പാടാൻ, എനിക്ക് ആ വണ്ടി അങ്ങനെ കണ്ടിട്ട് സമാധാനമില്ലായിരുന്നു. വന്ന പാടാൻ ഞാൻ അതും കൊണ്ട് വണ്ടി നന്നായിട്ടും കഴുകി. എന്നാലല്ലേ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ. നമ്മുടെ ആമ്പിള്ളേരൊരു ഇതല്ലേ അത്. ഞാൻ നോക്കുമ്പോൾ ആദ്യമായിട്ട് എൻ്റെ വണ്ടി ഇങ്ങനെ ചെളി പിടിച്ചിരിക്കുന്നു. വന്ന പാട ഫുള്ള് കഴുകി നല്ല കുട്ടപ്പനാക്കി. ഇപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വണ്ടി എന്തെങ്കിലും സ്കിഡാവുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ആക്സിഡൻറ്റ് അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ കവറേജ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ഒരു GST ഉള്ള ഒരു വർക്ക്ഷോപ്പിൽ നിങ്ങൾ കയറ്റിയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യാൻ നോക്കുക. ഈ പട്ടത്തെ പോലെ 2-3 മാസമൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2-3-4 ദിവസം നിങ്ങൾക്ക് വണ്ടി പുറത്തെടുക്കാൻ പറ്റും.